പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ നവംബർ മാസം 18 തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഇന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ആമേൻ ആമേൻ. ആവശ്യങ്ങളിലെല്ലാം കൂടെയിരുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. യഹോവ ഈരയായി, യഹോവ എൽഷദായിയായി, യഹോവ നിസിയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് ആ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? അതിനൊന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. നല്ല ഉറക്കം തന്നേന് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങയുടെ കൃപയാണ് ഞാൻ ഉണർന്നത്. അതിനപ്പയ്ക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ മറച്ചു പിടിച്ച് ഇന്ന് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്ന ദൈവവിത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് സ്തോത്രം 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 സ്തോത്രം. അപ്പ അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു പിതാവേ. അപ്പം നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 9-ാം സങ്കീർത്തനം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, കർത്താവിൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ കർത്താവിൻ്റെ നാമത്തെ കീർത്തിക്കും. ആമേൻ. കർത്താവ് എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു. കർത്താവ് നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കൈകളെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ അങ്ങ് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്ന രക്ഷയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആമേൻ എല്ലാ വിടുതലുകൾക്കായിട്ടും സ്തോത്രം, നീതീകരണത്തിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തു നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ നാമത്തിൽ നടക്കട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ പൈശാചിക ബന്ധനങ്ങളും രോഗത്തിൻ്റെ ശക്തികളും യേശുക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, നന്ദിയോടെ സ്തോത്രം. വായ്ക്കകത്തെല്ലാം അൾസറായിട്ട് ആമേൻ ആഹാരം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നന്ദിയോടെ സ്തോത്രം. അതുപോലെ കാൽമുട്ടുകൾക്ക് വേദനയായിട്ട് നടക്കുവാൻ കഴിയാതിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലുകൾക്ക് പെരുപ്പായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, മറ്റുള്ള എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിരന്തരം പരാജയങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവിക അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് സ്തോത്രം. ആമേൻ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും കർത്താവിൻ്റെ വലിയ ഫേവർ വ്യാപരിക്കട്ടെ. അവരുടെ മേൽ കർത്താവിൻ്റെ വലിയ ഗ്രേസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും പ്രത്യേകമായിട്ട് ഇന്ന് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കൈകളെ ഒന്ന് ഉയർത്തി ഒരു വാക്ക് നമുക്ക് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് രാത്രിയിലത്തെ ആമേൻ ഓൺലൈൻ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോക രാജ്യങ്ങളുടെ ഉണർവിന് ആ മീറ്റിംഗ് കാരണമായി തീരട്ടെ. അനേക കുടുംബങ്ങൾക്ക്, ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക്, 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് ആ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ.
ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗ് അത്ഭുതകരമായി തീരട്ടെ. അനേകരുടെ ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായി തീരട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാല ഉണർവിന് മുഖാന്തരമായി തീരുന്നതിന് സ്തോത്രം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും കൃത്യസമയത്ത് തന്നെ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് ആലോചനയായി തന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് തൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ. ആരെങ്കിലും ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ, നമ്മൾ പറയുക ഞാൻ ഭയങ്കര ഭക്തനാണ്, ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, ആരാധനയാണ്, കർത്താവുമായിട്ടുള്ള വലിയ ബന്ധത്തിലൊക്കെ ജീവിക്കുകയാണ് എന്ന് നമുക്ക് പറയുന്നുവെങ്കിലും അവൻ്റെ നാവ് കടിഞ്ഞാണിട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവവുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുകയും ആ ദൈവത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടത്. അതായത് ദൈവത്തിൻ്റെ വാക്കുകളല്ല നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് എങ്കിൽ നമ്മൾ ആ ബന്ധത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ആഴത്തിലുള്ളതല്ല. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ ദൈവഹിതപ്രകാരവും ദൈവീകവുമായ വാക്കുകളല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന് ആഴമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ഭക്തൻ എന്ന് പറഞ്ഞ് അവിടെ മീൻ ചെയ്തിരിക്കുന്നത് കർത്താവുമായിട്ട് ഭയങ്കര റിലേഷനുള്ള വ്യക്തി എന്നാണ് ആ ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവീകവും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അല്ല നമ്മുടെ വായിൽ നിന്ന് വരുന്നത്. ആക്ച്വലി ദൈവം നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പം ദൈവത്തിൻ്റെ വായിൽ നിന്ന് എന്തിന്ന് ഭൂമിയിൽ വരുവാൻ ആഗ്രഹിക്കുന്നു അത് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്നാണ് വരേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, പ്രകൃതിയെ നോക്കിയാണെങ്കിലും ദേശത്തെ നോക്കിയാണെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇന്ന് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുവാൻ ആണ്ട വാക്കുകൾ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ദൈവഹിതമായ വാക്കുകളെ, ദൈവവചനത്തെ പുറപ്പെടുവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ പവറാണ് അവിടെ കാണിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെയാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകളല്ല, നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് വിഷമിപ്പിക്കുന്നതും തകർക്കുന്നതുമായ വാക്കുകൾ. എന്നാൽ ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മുടെ നാവിൽ നിന്നും ദൈവം അവിടെ എന്താഗ്രഹിക്കുന്നോ അത് വേണം പറയാൻ. രോഗിയെ കണ്ടപ്പോൾ യേശു പറഞ്ഞു എന്തൊരു വലിയ രോഗമാണ്, അല്ല അവൻ സൗഖ്യമാകട്ടെ എന്നാണ് പറഞ്ഞു. ഇല്ലായ്മകൾ കണ്ടപ്പോൾ കർത്താവ് എന്താ ചെയ്ത്? അതിൻ്റെ മേൽ ദൈവിക ഇടപെടലുകൾ തൻ്റെ നാവിലൂടെ വെളിപ്പെടുത്തുക ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും അനുദിന ജീവിതത്തിലും നമ്മുടെ ഭവനത്തിനകത്തും ഭവനത്തിന് പുറത്തും ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ദൈവത്തോട് ഒത്തിരി അടുത്ത് ജീവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയെങ്കിൽ നമ്മുടെ നാവ് എങ്ങനെ ആയിരിക്കണം? ദൈവത്തിൻ്റെ നാവായിരിക്കണം. ദൈവത്തിന് പകരമായി കർത്താവിന് ആവശ്യമായത് ഭൂമിയിൽ സംസാരിക്കുവാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും, കുടുംബത്തിനകത്തും പുറത്തും എല്ലാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവഹിതമായ വാക്കുകളായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാവീദ് രാജാവ് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ അധരദ്വാരം കാക്കണമേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തണമേ. എന്ന് വെച്ചാൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സദൃശവാക്യം പറഞ്ഞു, ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നമ്മുടെ നാവിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വായിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന വാക്കുകൾ ജീവിപ്പിക്കുന്ന വാക്കുകളാകാം, മരിപ്പിക്കുന്ന വാക്കുകളാകാം. അതെങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ജീവിപ്പിക്കുന്ന വാക്കുകൾ പുറപ്പെടുവിക്കണോ, മരിപ്പിക്കുന്ന വാക്കുകൾ പുറപ്പെടുവിക്കണോ? അതെന്താണോ അത് നമ്മുടെ നാവിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അത് പുറപ്പെടുവാൻ. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊരു തീരുമാനം എടുക്കണം. അധികം സംസാരിക്കാതിരിക്കുക എന്ന നല്ലത്. സംസാരിക്കുമ്പോൾ പവർഫുള്ളായ കാര്യങ്ങൾ പറയുക, ദൈവഹിതമായ കാര്യങ്ങൾ പറയുക. അധികം സംസാരിക്കുമ്പോൾ അവിടെ നെഗറ്റീവ് വാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. കർത്താവിന് ഹിതമല്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബന്ധമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരുവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അധികം സംസാരിക്കാതെ, യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നത് പോലെ പറയാൻ
താമസവും കേൾക്കാൻ വേഗതയുണ്ടാണ്. വളരെ ശാന്തമായി ആലോചിച്ച് വേണം കാര്യങ്ങൾ പറയാൻ. നമ്മുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആത്മീയ അന്തരീക്ഷത്തിൽ, സ്പിരിച്വൽ റിലത്തിൽ നമ്മുടെ വാക്കുകൾ ചിലത് സൃഷ്ടിക്കുകയും മാറ്റുകയും മറിക്കുകയും ഒക്കെ ചെയ്യുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായി, വളരെ ആലോചിച്ച് പറയേണ്ടത് മാത്രം പറയുക. അല്ലാതെ അനാവശ്യമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും, എത്ര ഇമോഷണലായിട്ട് നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും, വളരെ പ്രകോപനപരമായി നിൽക്കുന്ന ഒക്കെ അവസ്ഥയിലായിരിക്കും. ബട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് ആലോചിച്ച് ചിന്തിച്ച് സംസാരിക്കണം. കാരണം ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളെ കർത്താവ് ഈ ഭൂമിയിൽ രാജകീയ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുക. ഞാനും നിങ്ങളും കർത്താവിൻ്റെ രാജകീയ പുരോഹിതന്മാരാണ്. അപ്പം നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അന്തരീക്ഷത്തിൽ, നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കും നിശ്ചയമായിട്ട്. അതുകൊണ്ട് വാക്കുകളുടെ മേൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഭക്തനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ബൈബിൾ വായിക്കുന്നവനാണ്, ചർച്ചിൽ പോകുന്നവനാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമാകുന്നില്ല. വാക്കുകളെ കൺട്രോൾ ചെയ്യുക. വാക്കുകൾ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന വാക്കുകൾ സംസാരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.